വീണ പൂവെന്ന് കേട്ടിട്ടുണ്ടോ? എന്നാൽ ഞാനിവിടെ കാണിക്കുന്നത് വീണ ചക്കയാണ് കേട്ടോ. ഇത് എൻ്റെ മരത്തിലെ ചക്ക ഒരെണ്ണം താഴെ വീണ് കിടക്കുന്നുണ്ട്. ഒരെണ്ണം വീഴാറായി നിൽക്കുന്നുണ്ട്. ആർക്കും വേണ്ട, സമയമില്ല പറിക്കാനായിട്ട്. എന്നാലും ആ താഴെ കിടക്കുന്ന ചക്ക കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി കേട്ടോ. സങ്കടം വയ്ക്കാൻ വയ്യാതായപ്പോൾ നേരെ പോയത് സിനിമാസിലാണ്. പാലക്കാട് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു മൂവി തിയേറ്ററാണ്. നല്ല അടിപൊളി ഡോൾബി സൗണ്ട് ആണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. നേരെ പോയപ്പോൾ നമ്മുടെ CM, അതായത് ഞാൻ ചെന്നൈയിലായതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ CM ആയ വിജയിൻ്റെ പോസ്റ്ററൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. പിന്നെ നേരെ പോയത് പോപ്കോൺ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. പോപ്കോൺ എല്ലാം വാങ്ങിച്ച് സെറ്റായി നേരെ അവിടെ പോയിട്ട് റെഡി ആയിട്ട് ക്ലീനിങ് ആയിരുന്നു തിയേറ്ററിൻ്റെ ഉള്ളിൽ. അപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ചെന്നൈയിൽ വെച്ച് ഒട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ പാലക്കാട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തിയേറ്റർ വരുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇതിന് മുമ്പ് ഞാൻ തിയേറ്ററിൽ പോയിട്ടുണ്ട്, മഞ്ഞുമൽ ബോയ്സ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ വലിയ ഗുണമുള്ള തിയേറ്ററൊന്നും ആയിരുന്നില്ല. തിയേറ്റർ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു തിയേറ്റർ പാലക്കാട് ഇത് ആദ്യമായിട്ടായിരിക്കും എന്നാണ് എനിക്കും തോന്നുന്നത്. എനിക്ക് തിയേറ്ററുകളെ കുറിച്ച് വലിയ നോളജൊന്നുമില്ല ഇവിടെ, പ്രത്യേകിച്ച് പാലക്കാട്. ഇതിന് മുമ്പ് ഞാൻ മൂവിക്ക് പോയിട്ടില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടൊക്കെ തോന്നി. അകത്ത് കയറിയപ്പോൾ നല്ല AC കൂളിംഗ് ഒക്കെ ഉണ്ട്, നല്ല ഡോൾബി സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ സൗണ്ട് എനിക്ക് കമ്പാരിറ്റീവ്ലി അങ്ങനെ അടിപൊളിയെന്ന് എനിക്ക് പറയാൻ അറിയില്ല, കാരണം ചെന്നൈയിൽ പോകുന്ന തിയേറ്ററിലെല്ലാം ഇങ്ങനെ തന്നെ ആയതുകൊണ്ട്. പക്ഷേ കൂടുതലൊരു പറഞ്ഞു അടിപൊളി സൗണ്ടാണ് എന്നുള്ളതിൽ നിന്നാണ് ഞാൻ അങ്ങനെ ഒരു റിവ്യൂ പറയുന്നത്. മൂവിയുടെ നല്ല സ്ക്രീനായിരുന്നു, നല്ല സുഖമായിരുന്നു. ഇരിക്കാനാണെങ്കിൽ സീറ്റ് അടിപൊളി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഷ്യൻ സീറ്റായിരുന്നു. ഇരുന്നും കിടന്നും ചാരിയും ഒക്കെ നമുക്ക് മൂവി കാണാം. ഇത് സെമി സ്ലീപ്പറാണ്, ഫുൾ സ്ലീപ്പർ അല്ല കേട്ടോ. അപ്പോൾ അടിപൊളി മൂവിയായിരുന്നു. അതിരടിയാണ് ഞാൻ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ദൃശ്യം മൂവി കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ മനസ്സ് മാറി അതിരടിയിലേക്ക് പോയി. കാരണം വിനീത് ശ്രീനിവാസൻ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇതിൽ ബേസിൽ അടിപൊളി ആക്ടിംഗ് ആയിരുന്നു. നമ്മുടെ ദിലൂരും ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല നല്ല ആക്ടിംഗ് ആണെങ്കിലും വിനീത് ശ്രീനിവാസൻ്റെ അഭിനയം അതൊന്ന് വേറെ തന്നെയാണ്. എന്ത് പറഞ്ഞാലും മത്തൻ കുത്തിയാൽ കുമ്പളങ്ങി മുളിക്കില്ലല്ലോ എന്നല്ലേ പറയാറ്. അപ്പോൾ അതുകൊണ്ട് പറയാതിരിക്കാം, നമ്മുടെ ശ്രീനിവാസേട്ടൻ്റെ മകനല്ലേ വിനീത്. അപ്പോൾ സകലകലാവല്ലഭനായ വിനീതിൻ്റെ മൂവിയും ബേസിലെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ആരെയും ചെറുതാക്കി പറയുന്നില്ല. പക്ഷേ വിനീതിനോട് ഒരു പ്രത്യേക സ്നേഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, അതങ്ങനെയല്ലേ. അപ്പോൾ അടിപൊളി മൂവിയായിരുന്നു, പോയി കാണാം. പിന്നെ ഇത് കോളേജ് റിലേറ്റഡ് ആയിട്ടുള്ള മൂവിയാണ്, ഇപ്പോഴത്തെ ട്രെൻഡിന് അനുസരിച്ചിട്ടുള്ള മൂവിയാണ്. ദൃശ്യം മൂവിയുടെ പാർട്ട് 3 എനിക്ക് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ റിവ്യൂ നോക്കിയപ്പോൾ അത് പല റിവ്യൂ ആണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ക്ലൈമാക്സ് അറിയണമെന്നുണ്ട്, വേറൊരു ദിവസം പോകാം എന്ന് വിചാരിച്ചു. പക്ഷേ ഏതായാലും തിയേറ്ററിൻ്റെ ഉൾവശം ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നുണ്ട്. ഒന്ന് ആംബിയൻസ് ഒക്കെ ചുറ്റി കാണാം നമുക്ക്. നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ലൈറ്റിങ്ങും നല്ല സ്പേഷ്യസ് ആയിട്ട് നല്ല അടിപൊളി AC ആണ്, നല്ല കുഷ്യനും നല്ല സീറ്റൊക്കെയാണ്. ഇനി ഇത് എത്രത്തോളം ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും, ഇവിടുത്തെ ഹൈജീനും നീറ്റ്നെസ്സും എല്ലാം ഇതുപോലെ ഹൈജീനെല്ലാം നീറ്റാക്കി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് വളരെ സൗകര്യമായിരിക്കും. എങ്ങനെ ഇത് കൊണ്ടുപോകുന്നത് നമുക്ക് നോക്കാം. പക്ഷേ അവിടെ ടിക്കറ്റ് ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നേരെ അകത്തേക്ക് കയറിയിരുന്നു. ടിക്കറ്റ് ചെക്കിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ ബാഗ് ചെക്കിംഗ് ഇല്ല. ഔട്ട്സൈഡ് ഫുഡ് നോട്ട് അലൗഡ് എഴുതിയിട്ടുണ്ട്, പക്ഷേ ബാഗ് ആരും ചെക്ക് ചെയ്യുന്നില്ല. പക്ഷേ ചെന്നൈയിൽ അങ്ങനെയല്ല, ബാഗൊക്കെ നന്നായിട്ട് സ്ക്രീൻ ചെയ്ത് ചെക്കിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു. ഇനി നമ്മുടെ ഇൻ്റർവൽ ടൈമായി. അപ്പോൾ ഇൻ്റർവൽ സമയത്ത് കുറച്ച് റെസ്റ്റ് എടുക്കുമ്പോഴാണ് ആലോചിച്ചത് ഒരു ഐസ്ക്രീം കഴിച്ചാലോ, ഒരു കോൺ ഐസ്ക്രീം കഴിക്കാം എന്ന് വിചാരിച്ച് നേരെ പുറത്ത് പോയി ഒരു കോൺ ഐസ്ക്രീം കംഫർട്ട് ചെക്ക് ചെയ്യാം. മൂവി ഉള്ളില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഉറങ്ങുകയും ചെയ്യാലോ, പൈസ കൊടുക്കുന്നതല്ലേ, സമാധാനമായിട്ട് സുഖമായിട്ട് കംഫർട്ടായിട്ട് ഉറങ്ങാം. ഇനി ഒരു ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വന്ന് മൂവിയുടെ ബാക്കി ഭാഗം കണ്ടുകൊണ്ട് അങ്ങനെ മൂവി അവസാനിച്ചു. അപ്പോൾ അടിപൊളി മൂവിയായിരുന്നു, നല്ല കംഫർട്ടാണ്, നല്ല തിയേറ്ററാണ്, എനിക്ക് നല്ലൊരു അഭിപ്രായമാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.